ഒരു തുള്ളി വെള്ളം, അതെ, ഇന്ത്യയിൽ നിന്നും ഇനിയൊരു തുള്ളി വെള്ളം പോലും ആ അതിർത്തി കടക്കില്ല. ദാഹിച്ച് തൊണ്ട വരണ്ട് മരിക്കാറായപ്പോൾ പാകിസ്ഥാൻ വീണ്ടും യുദ്ധകാഹളം മുഴക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടിട്ടുണ്ടാകും. വെള്ളം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് കേട്ട് വിറയ്ക്കാൻ ഇത് പഴയ ഇന്ത്യയാണെന്ന് കരുതിയോ? ഇന്ത്യയൊന്ന് തൊടാൻ നോക്ക് ജിഹാദികളെ. ഒന്ന് തൊടാൻ ശ്രമിച്ച് കൈ പൊള്ളിയത് നിങ്ങൾ മറന്നെങ്കിൽ അത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. 66 വർഷമായി ഇന്ത്യയുടെ ഔദാര്യത്തിൽ കുടിച്ചു വീർത്തവർ ഇത് ഇന്ത്യക്ക് നേരെ കുരയ്ക്കുമ്പോൾ ഭാരതം അവർക്ക് നൽകുന്ന മറുപടി ഒന്നേ ഉള്ളൂ: അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും ഇനി നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് പുതിയ ഇന്ത്യയാണ്, ശത്രുവിൻ്റെ ജീവനാടി മുറിക്കാൻ അറിയാവുന്ന ഇന്ത്യ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനും കാണാനായി ശ്രമിക്കുക, കാരണം ഇത് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ ഒരു നിർണായക ചരിത്ര മുഹൂർത്തത്തിൻ്റെ കഥയാണ്. പാകിസ്ഥാൻ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു വശത്ത് ദാരിദ്ര്യവും മറുവശത്ത് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയും. ഇതിനിടയിലാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി അന്ന് നിർത്തിവെച്ചത്. ഇതോടെ പാകിസ്ഥാൻ ആകെ പെട്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാതായതോടെ പാക് പ്രതിരോധ മന്ത്രിയായി ഖ്വാജ മുഹമ്മദ് ആസിഫ് കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി മുഴക്കിയിരുന്നു. നിങ്ങൾ കണ്ടു കാണും. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും ജലസുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പാകിസ്ഥാൻ മടിക്കില്ല എന്ന്. എന്താലോചിച്ചിട്ടാണോ അദ്ദേഹം ഇതൊക്കെ പറയുന്നത്? എന്തായാലും ഈ പ്രസ്താവന കേട്ട് ലോകം മുഴുവൻ ചിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ വകയില്ലാത്ത, ലോകത്തിന് മുന്നിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു രാജ്യം ആണവശക്തിയായ സാമ്പത്തികമായി കുതിച്ചുയർന്ന ഇന്ത്യയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്നൊക്കെ എന്തൊരു വിരോധാഭാസമാണിതല്ലേ? ഇന്ത്യ ഈ ഭീഷണിയെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. കാരണം ഇന്ത്യക്ക് വ്യക്തമായിട്ടൊരു നിലപാടുണ്ട്. ഭീകരവാദവും ചർച്ചകളും ഒന്നിച്ചു കൊണ്ടുപോകാനാകില്ല. 2025 ഏപ്രിലിൽ കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് മണ്ണിലെ ഭീകരവാദികളാണെന്ന് ഇന്ത്യ കൃത്യമായി കണ്ടെത്തിയതാണ്. ഇന്ത്യയുടെ മണ്ണിൽ രക്തം വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ വെള്ളവും കുടിച്ച് ജീവിക്കാമെന്ന പാകിസ്ഥാന വ്യാമോഹത്തിനാണ് ഇവിടെ അവസാനമായത്. ചോരയും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന ഇന്ത്യയുടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത പ്രഖ്യാപനമാണ് ഈ കരാർ മരവിപ്പിക്കൽ. പാക് പ്രതിരോധ മന്ത്രി എന്തിനാ ഇപ്പോൾ ഈ യുദ്ധഭീഷണി മുഴക്കുന്നത് എന്നറിയോ? അത് ഇന്ത്യയെ പേടിപ്പിക്കാനല്ല, മറിച്ച് സ്വന്തം ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. പാകിസ്ഥാൻ ഇന്ന് വലിയൊരു ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണ്, അറിയാമല്ലോ. സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി തെരുവിലിറങ്ങുകയാണ്. പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയുടെ 1/3 ഈ ജലക്ഷാമം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇന്ത്യ വെള്ളം തടഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. സ്വന്തം വിഭവങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിലും ഡാമുകളും ജലസംഭരണികളും സംരക്ഷിക്കുന്നതിലും പാക് സർക്കാരിനുണ്ടായ വൻ പരാജയമാണ് ഇതിന് കാരണം. ഡാമുകൾ പണിയുന്നതിന് പകരം ഭീകരവാദികൾക്ക് ക്യാമ്പുകൾ പണിയാനാണ് പാകിസ്ഥാൻ കാലാകാലങ്ങളായി പണം ചെലവാക്കിയത്. അതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന കണക്കുകളെല്ലാം തന്നെ. സിന്ധു ജലസേചന വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന കനാലുകളിലെ ജലലഭ്യത കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. നോർത്ത് വെസ്റ്റ് കനാലിൽ 64.1% ജലക്ഷാമം, റൈസ് കനാലിൽ 38% ജലക്ഷാമം, ധാതു കനാലിൽ 82% ജലക്ഷാമം. കൂടാതെ തന്ത്രപ്രധാനമായ സുക്കൂർ ബാരേജിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴേക്ക് പോയി. കൃഷിനാശം സംഭവിച്ച് സാമ്പത്തികമായി രാജ്യം പൂർണ്ണമായും തകർന്നടിയുന്ന അവസ്ഥയിലാണുള്ളത്. ഈ ഭരണപരാജയം മറച്ചുവെക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും പാക് സർക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഇന്ത്യയെ കുറ്റം പറയുക എന്നത്. പക്ഷേ ഇത്തവണ ആ തന്ത്രം വിലപ്പോവില്ല. ഈ അവസരത്തിൽ നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്താരാഷ്ട്ര തലത്തിലെ ഇടപെടലുകൾ, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ നിലപാടുകൾ, ലോകത്തിന് മുന്നിൽ ഭീകരവാദത്തിനെതിരെ വലിയ വായി സംസാരിക്കുന്ന ട്രംപ് ഭരണകൂടവും അമേരിക്കൻ നയങ്ങളും പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തോട് കാണിക്കുന്ന മൃദു സമീപനം എത്രത്തോളം കാപട്യം നിറഞ്ഞതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഉടൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വലിയ താല്പര്യമാണ്. ട്രംപ് തന്റെ മുൻ ഭരണകാലത്ത് കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇടപെടാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. നിലവിലും അതെ. നമ്മൾ പഹൽഗാം വിഷയം ഉണ്ടായപ്പോൾ ട്രംപ് ഇഷ്ടംപോലെ തവണ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കി. ബിസിനസ് താല്പര്യങ്ങൾക്കും ആയുധ കച്ചവടത്തിനും വേണ്ടി മാത്രം വിദേശ നയം രൂപീകരിക്കുന്ന ട്രംപിനെ പോലെയുള്ള നേതാക്കൾക്ക് ഇന്ത്യയുടെ സുരക്ഷിതമായ കശ്മീരിൽ പൊലിയുന്ന ജീവനുകളോ ഒരു വിഷയമേ അല്ല. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നിട്ടും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങളും നൽകാൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എക്കാലത്തും തയ്യാറായിരുന്നു. എന്നാൽ ഭാരതം ഇന്ന് അമേരിക്കയുടെയോ ട്രംപിന്റെയോ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രാജ്യമല്ല. തങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ലോകത്ത് ഒരു ശക്തിയെയും ഇന്ത്യ അനുവദിക്കുന്നുമില്ല. ഭീകരവാദികളെ വളർത്തുന്ന പാകിസ്ഥാനോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലാണ്, അല്ലാതെ വാഷിംഗ്ടണിലല്ല. ഈ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിൽ ഇന്ത്യക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ ആര് ശ്രമിച്ചാലും അത് പുല്ലുപോലെ വലിച്ചെറിയാനുള്ള തന്റെ ഇടം ഇന്ന് ഇന്ത്യക്കുണ്ട്. 66
വർഷത്തെ വഞ്ചനയുടെ ചരിത്രമാണ് പറയാനുള്ളത്. 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത്. അന്നത്തെ ഇന്ത്യൻ ഭരണകൂടം കാണിച്ച വലിയൊരു ഔദാര്യമായിരുന്നു അത്. സിന്ധു നദീതടത്തിലെ 80% വെള്ളവും പാകിസ്ഥാന് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു കരാർ. ലോകത്ത് ഒരു രാജ്യവും സ്വന്തം ജലസമ്പത്തിന്റെ ഇത്ര വലിയൊരു ഭാഗം ഒരു ശത്രുരാജ്യത്തിന് വിട്ടു നൽകിയിട്ടുണ്ടാകില്ല. എന്നാൽ ഈ ഔദാര്യത്തിന് പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയത് എന്താണ്? 65-ലും 71-ലും 99-ലും 2001-ലും യുദ്ധങ്ങൾ, മുംബൈ ഭീകരാക്രമണം, പത്താൻകോട്ട്, ഉറി, പുൽവാമ, ഇപ്പോൾ അവസാനം പഹൽഗാമും. സമാധാനത്തിന്റെ ഭാഷ പാകിസ്ഥാന് മനസ്സിലാകില്ലെന്ന് ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമായി. വെള്ളം കൊടുത്ത് പാമ്പിനെ വളർത്തുന്ന പരിപാടി ഇന്ത്യ അവസാനിപ്പിച്ചു. ഭീഷണി ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകുമെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഇന്ത്യ ഭയപ്പെടില്ല. കാരണം പാകിസ്ഥാന്റെ സൈനിക ശേഷിയും സാമ്പത്തിക ശേഷിയും എന്താണെന്ന് ഇന്ത്യക്ക് നല്ലപോലെ അറിയാം. വെടിമരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്തവർ ഇന്ത്യയെ വിരട്ടാൻ നോക്കുകയാണ്. ഇന്ത്യയുടെ ഈ തീരുമാനം ഒരു മുന്നറിയിപ്പാണ്. പാകിസ്ഥാന് മാത്രമല്ല, ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന എല്ലാവർക്കുള്ള മുന്നറിയിപ്പ്. അത് ചൈനയായാലും ബംഗ്ലാദേശ് ആയാലും. അതിർത്തി കടന്നുള്ള ഭീകരവാദം പൂർണ്ണമായും തടയാതെ ഇനി ഒരു ചർച്ചയ്ക്കുമില്ല. ഒരു തുള്ളി വെള്ളവുമില്ല. 66 വർഷത്തെ പഴക്കമുള്ള ഈ കരാർ പാടെ റദ്ദാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. ഇത് പുതിയൊരു ഭാരതമാണ്. അടികൊണ്ടാൽ കരഞ്ഞുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ അടുത്തേക്ക് പരാതിയായി പോകുന്ന ഇന്ത്യയല്ല, മറിച്ച് ശത്രുവിന്റെ മടയിൽ കയറി തിരിച്ചടിക്കുന്ന, ശത്രുവിന്റെ ജീവനാഡിയായ ജലവിതരണം പോലും നിർത്തിവെക്കാൻ ചങ്കൂറ്റമുള്ള പുതിയ ഇന്ത്യ. ജിഹാദികളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ ഇനി ദാഹിച്ച് വലയുന്ന കാഴ്ചയാണ് ലോകം കാണാൻ പോകുന്നത്. സ്വന്തം കർമ്മഫലം അവർ അനുഭവിച്ചേ മതിയാകൂ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തും. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.